നമസ്കാരം. അപ്പോൾ ജനകീയ സിനിമയായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് നിയമ വിഷയമാണ്, DNA കുറിച്ച്. അപ്പം നമ്മുടെ മുരളി ജയൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വചൈതന്യം ട്രസ്റ്റും ആയി പ്രവർത്തിക്കുന്നത് കൊണ്ട് അപ്പോൾ DNAയുടെ പ്രത്യേകതകളും അതിൻ്റെ നിയമവിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ജനകീയ സിനിമയുടെ വിഷയങ്ങളും മറ്റ് നിയമപ്രശ്നങ്ങളും വിശ്വചൈതന്യ ട്രസ്റ്റിൻ്റെ ലോക ശാന്തിക്കും നന്മയ്ക്കുമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിനുമായി ഈ ചാനലിലൂടെ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് DNA കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. DNA ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ്? വംശപരമ്പര, പിതൃത്വ ടെസ്റ്റ്, ആരോഗ്യപരമായിട്ടുള്ള അപകട സാധ്യതകൾ, ജീവശാസ്ത്ര ബന്ധങ്ങൾ, പിതൃപരിശോധന, രോഗനിർണയം, ഇനി ക്രിമിനൽ അന്വേഷണങ്ങൾ. അതായത് നമ്മുടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗർഭകാലത്ത് ഡൗൺ സിൻഡ്രോം, ജനിതക രോഗം നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്നതും, പിന്നെ ഫോറൻസിക് പരിശോധനയിലൂടെ ക്രിമിനൽ ബന്ധങ്ങൾ പുറത്താക്കുന്നതിനും, സസ്യശാസ്ത്രം, കൃഷി എന്നിവയ്ക്കും DNA ടെസ്റ്റ് ഇന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്കത് DNA ടെസ്റ്റ് എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ മെമ്മറി വരുന്നത് പിതൃ പരിശോധനയാണ്. അപ്പോൾ എൻ്റെ ഈ വക്കീൽ ജീവിതത്തിൽ DNA ടെസ്റ്റിന് കുറച്ച് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് DNA ടെസ്റ്റ് ആദ്യം, അതായത് ഈ വക്കീൽ പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു DNA ടെസ്റ്റിന് പോവുകയാണ്. ഈ DNA ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് പിതാവ് സംശയമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ തന്നെയാണ്. അദ്ദേഹത്തിന് പിതാവാണോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിതൃത്വം തെളിഞ്ഞു വന്നു. പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം അതിലെന്തോ മാൽ പ്രാക്ടീസ് നടന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ അദ്ദേഹം ഇത് കഴിഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ DNA ടെസ്റ്റ് സമ്പൂർണവും സമഗ്രവുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ പുള്ളി അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അടുത്തത് വന്നത് കോടതിയിൽ വീണ്ടും ഒരു DNA ടെസ്റ്റിന് കോടതിയുടെ പെർമിഷന് വേണ്ടിയിട്ട് ഫാമിലി കോടതിയിൽ വളരെ ഘോരമായ വാദം ഞാൻ നടത്തുകയുണ്ടായി. അന്ന് ഞാൻ വാദം നടത്തി വരികയാണെങ്കിലും പക്ഷേ അത് കോടതി അന്നത് അംഗീകരിച്ചില്ല. അംഗീകരിക്കാതെ വന്നപ്പോഴത്തേക്കും അത് പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഞാനത് അടുത്ത വേറൊരു ഓഫീസിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ ഈ കേസിൻ്റെ ഈ ബന്ധവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ എതിർകക്ഷി, അപ്പോൾ ആരെയാണോ ഒരു പുരുഷന് അനുവാദം കിട്ടാത്തത് അത് എൻ്റെ കക്ഷിയായി മാറുകയും ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായി കോടതി എന്താണ് അനുവദിക്കാത്തതെന്നുള്ള മനസ്സിലായ കാര്യം, ഇതൊരു അഭ്യൂഹത്തിൻ്റെ പുറത്ത് പറയുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് കോടതി അത് അനുവദിക്കാത്തത്. ശരിക്കും ഈ കുട്ടിയുടെ അച്ഛനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത് വന്ന മൂന്നാമത്തത് സംഗതി എന്ന് പറഞ്ഞാൽ മുരളി ജയൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന് പല നിയമോപദേശങ്ങളും നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ജയൻ്റെ മകനായി അറിയപ്പെടുക എന്നുള്ളതാണ്. അല്ല എന്ന് തെളിയിക്കേണ്ടത് ആരാണോ അവർ പറയുന്നത് അവർ തെളിയിക്കണം. അവരാണ് അങ്ങനെ പറയുന്നതെങ്കിൽ അവർ തെളിയിക്കട്ടെ. കാര്യം നമ്മൾക്കൊക്കെ നമ്മുടെ അച്ഛനാണെന്നുള്ള ഒരറിവിലാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ അല്ല എങ്കിൽ പറയുന്നവർ തെളിയിക്കട്ടെ. അപ്പം നാട്ടുനടപ്പനുസരിച്ച് അമ്മ പറയുന്നതാണ് അച്ഛൻ, അല്ലേ? അതാണ് എല്ലാ ലോകത്തിൻ്റെ ഭാഗത്തുള്ളത്. പിന്നെ നമ്മൾക്ക് ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കൊക്കെ ഇതിന് അനുവാദം കൊടുക്കാമെന്നുള്ളതാണ്. നമ്മൾ തർക്കവുമായിട്ട് പോകുമ്പോൾ വനിതാ കമ്മീഷന് അനുവാദം കൊടുക്കാം, DNA ടെസ്റ്റിന് അനുവാദം കൊടുക്കാം. പിന്നെ ഫാമിലി കോടതികൾക്ക് DNA ടെസ്റ്റിന് അനുവാദം നൽകാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് തർക്കമുള്ള രണ്ട് കക്ഷികൾക്കും SP റാങ്കും അതിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സൈൻ ഉണ്ടെങ്കിൽ ഇത് DNA ടെസ്റ്റിന് അവർ എടുക്കുന്നതാണ്. DNA ടെസ്റ്റിന് ബ്ലഡാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർക്ക് കോടതിക്ക് ചെയ്യാവുന്ന. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ SP റാങ്കും അതിന് മുകളിലുള്ള ആൾ പോലീസ് ഉദ്യോഗസ്ഥർ സൈൻ ചെയ്താൽ ഇത് എടുക്കുന്നതാണ്. അങ്ങനെ DNA ടെസ്റ്റിന് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ കൂടുതൽ നിയമകാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കും അറിയുന്നതിനായി ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.